നമസ്കാരം. ഉള്ളത് പറയാം. സർക്കാർ സിസ്റ്റം തകരാറിലായതിന് ഒരിര കൂടി. കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ്സുകാരൻ മിഥുൻ ഷോക്കേറ്റ് മരിച്ചത് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഇല്ലെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. മാനേജ്മെന്റ് സ്കൂളിൽ കുട്ടികൾക്ക് തൊടാവുന്ന ഉയരത്തിൽ വൈദ്യുതി ലൈൻ കടന്നുപോയിട്ടും അത് കണ്ടതായി ഭാവിക്കാതിരുന്നവർ മരണത്തിന് ഉത്തരവാദികളുമാണ്. പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ ശ്രമം നടക്കുന്നു. CPM ലോക്കൽ സെക്രട്ടറി മാനേജരായ സ്കൂൾ ഇതുവരെ അനധികൃതമായി സഹായിച്ചു വന്നവർക്ക് ഇനി അതിന് കഴിയില്ല. കാരണം ആ കുരുന്നിന്റെ മരണം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടയിൽ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയ മിഥുൻ ഷോക്കേറ്റ് പിടഞ്ഞു മരിച്ചു. സ്കൂൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര ലാഘവത്തോടെയാണ് ഇവിടെ കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കിയിട്ടുള്ളതെന്ന്. സുരക്ഷിതത്വമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് എങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് ഇത്രയധികം നാളുകൾ ഇവിടെ പഠിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്ന തരത്തിലാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതാണ് ഈ അപകടമുണ്ടായ ഈ മിഥുന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ സംഭവങ്ങൾ തുടങ്ങുന്നത് ഈ ക്ലാസ് മുറിയിൽ നിന്നാണ്. ഈ ക്ലാസ് മുറിയിൽ 24 മണിക്കൂർ മുമ്പ് ഇന്നലെ ക്ലാസുകൾ തുടങ്ങുന്നതിന് മുമ്പ് ഏതാണ്ട് രാവിലെ 9 മണിയോടെയാണ് തന്റെ സുഹൃത്തുക്കളുമൊത്ത് സാധാരണയായി ക്ലാസ്സിൽ വന്നാൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഇവിടെ വെച്ച് ഈ ഫുട്ബോൾ കളിക്കാൻ കുട്ടി ശ്രമിക്കുന്നത്. അങ്ങനെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ തന്നെ കൂട്ടുകാരുമൊത്ത സമയം ചെലവഴിക്കുന്നതിനുമായി മിഥുൻ ഉൾപ്പെടെ നേരത്തെ ഈ ക്ലാസ് മുറിയിലേക്ക് എത്താറുണ്ടായിരുന്നു. അങ്ങനെ ആ ക്ലാസ് മുറിയിലെത്തി പിൻവശത്ത് മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവിടെ നിന്ന് മറ്റൊരു സുഹൃത്ത് മിഥുന്റെ ഒരു ചെരുപ്പെടുത്ത് ഈ തൊട്ട് അപ്പുറത്തായി കാണുന്ന ഈ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് എറിയുന്നത്. ഇവിടുന്ന് ഓടി വന്ന് ക്ലാസ്സിൽ കയറി ബെഞ്ചിട്ട് അപ്പുറം ഷീറ്റിനുണ്ടയിലൂടെ കയറി ആദ്യം നോക്കിയത് അവിടെ കിടന്ന അവിടെ ചെരുപ്പ് കിടന്നത് ഉണ്ട് അവിടെ നിന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിളിച്ചു മിഥുനെ വിളിച്ചപ്പോ അനക്കമില്ലായിരുന്നു. ലൈൻ കമ്പി കിടന്ന് അനങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെളിയിൽ ചെന്ന് നോക്കുമ്പോ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് സാറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ വേർപാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു അപകട മരണമായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നു. കേരളത്തിലെ ഏതാണ്ട് 14,000-ഓളം വരുന്ന സ്കൂളുണ്ടല്ലോ. ആ സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. 100ഓളം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ട് തന്നെ അവർ കൊടുത്തിട്ടുള്ളതാണ്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് കൂടെ പോകാനേ പാടില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന് അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലുപരി മറ്റൊരു സ്ഥാപനങ്ങളിലില്ലാത്തൊരു കാര്യം വിദ്യാഭ്യാസ വകുപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബോർഡ്, അതേപോലെ തന്നെ ലോക്കൽ ബോഡീസ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ പരിശോധിച്ചിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. സ്കൂളിന് തൊട്ടടുത്തുകൂടി വൈദ്യുതി ലൈൻ, അതും പോരാഞ്ഞിട്ട് വൈദ്യുതി ലൈനിന്റെ തൊട്ടു താഴെ സ്കൂളുകാർ പണിത സൈക്കിൾ ഷെഡ്. പഞ്ചായത്തിന്റെ അനുമതി എങ്ങനെ കിട്ടി? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എവിടെ? KSEB ഇത് കണ്ടില്ലേ? സ്കൂളുകാർക്ക് കുട്ടികൾ അബദ്ധത്തിൽ ലൈനിൽ തൊടുമെന്ന് തോന്നിയില്ലേ? ഊഞ്ഞാൽ പോലെ കിടക്കുന്ന വൈദ്യുതി ലൈൻ. ഇപ്പോൾ പരസ്പരം പഴിചാരൽ, സുരക്ഷാ ഓഡിറ്റിംഗ് നിസ്സാരമല്ല. കൃത്യമായ ഇടവേളകളിൽ അത്യാവശ്യമാണ്. ഈ സ്കൂളിൽ അങ്ങനെയൊന്നില്ല. പരസ്പരം അഡ്ജസ്റ്റ്മെന്റ്. സുരക്ഷാ അകലം പാലിച്ചിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും KSEB കണ്ണടച്ചു. ഞങ്ങൾക്ക് എന്ത് കാര്യം എന്ന മട്ടിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി പഞ്ചായത്തും. സ്കൂൾ മാനേജ്മെന്റ് തോന്നും പടി. അല്ലെങ്കിലും അപകടമോ മരണമോ സംഭവിച്ചാൽ മാത്രമാണല്ലോ ഉണർന്നുള്ള പ്രവർത്തനം. സൂപ്പർവിഷൻ നോക്കേണ്ടതാണ്. അത് നടന്നില്ല. അത് ഹെൽത്ത് ബോർഡിൻ്റെ ഭാഗത്തുനിന്നുള്ള ജീവനക്കാരുടെ വീഴ്ചയാണ്. ഇത് രണ്ടും ഏതാണെന്ന് നോക്കി പരിശോധിച്ച ശേഷം ഡീറ്റെയിൽ റിപ്പോർട്ട് ഇനി ഹയർ ഓഫീസേഴ്സ് നടത്തും. എന്നിട്ടേ നമുക്കൊരു നടപടി എടുക്കാൻ പറ്റും. ആരാ ഉത്തരവാദി എന്നൊക്കെ അറിയണല്ലോ. അപ്പോൾ അത് ആരെങ്കിലും അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിൻ്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? നമ്മളൊക്കെ അന്തിച്ചു പോകും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്. ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ. തുല്യ ഉത്തരവാദികൾ എന്ന് പറയാമെങ്കിലും പ്രാഥമിക കുറ്റക്കാർ സ്കൂൾ അധികൃതരാണ്. മാനേജരും പ്രധാന അധ്യാപികയും അധ്യാപകരും PTA-യും ഒക്കെ മറുപടി പറയേണ്ടവർ. ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടും സ്കൂൾ അനുസരിച്ചില്ലെന്ന് KSEB. നടപടികൾ തുരുതുരപ്പോൾ വരികയാണ്. സർക്കാരിന് മുഖം രക്ഷിച്ചേ പറ്റൂ. പാർട്ടി ഭരിച്ചാലും ഭരിച്ചില്ല, പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിടെ. അതായത് ജനകീയ സമിതിയാണ്. വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രമേ ഉള്ളൂ. അതൊരു ജനകീയ സമിതിയാണ്. ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അതാ പറഞ്ഞതും പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അവിടെ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി ആവശ്യമായി മുമ്പോട്ടേക്ക് പോകാൻ വേണം. അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ഇത് ഗുരുതരമായ വീഴ്ചകളുണ്ട്. കാരണം ഇതിനു മുൻപും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ഇതൊരു ആദ്യത്തെ സംഭവമല്ല. സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റ് വേണം. അതുണ്ടായിരുന്നെങ്കിൽ ഈ ലൈൻ അതിന്റെ മീതെ കൂടി പോകുമായിരുന്നു. ആ ഗുരുതരമായ വീഴ്ചയാണ്. എല്ലാവരുടെയും ഭാഗത്തു നിന്ന വീഴ്ചയുണ്ട്. ആ വീഴ്ച ഇനി ഉണ്ടാകാതിരിക്കാനുള്ള, ഇനി ഒരു കുഞ്ഞിനും ഇത് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്. ആരാണെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. എന്നിട്ട് ഇവർ മാറി ഇന്ന് പരിഹസിക്കുകയാണ്. ഇപ്പോൾ ഒരു കുറ്റവാളിയെ കണ്ടെത്തി ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മോളിൽ കയറിയ കുട്ടിയാണ് ഇപ്പോൾ കുറ്റവാളി. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു. കുഞ്ഞുങ്ങൾ ആ പ്രായത്തിൽ ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾ ആ പ്രായത്തിൽ വെള്ളത്തിൽ ചാടും, മോളിൽ കയറും, എല്ലാം ചെയ്യും. നമ്മൾ കാണുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനാസ്ഥയാണ്. അനാസ്ഥ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. വൈദ്യുതി വകുപ്പിൻ്റെ ഒരു ലൈൻ ഇത്ര താഴ്ന്ന വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വല്ലാത്ത അനാസ്ഥയാണ്. കേരളത്തിൽ ഒരിക്കലും തന്നെ കണ്ടിട്ടില്ലാത്ത അനാസ്ഥയാണ്. CPM ലോക്കൽ സെക്രട്ടറി സ്കൂൾ മാനേജർ ആയതിനാൽ നടപടിയുടെ വേഗവും കൂട്ടണം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് സ്കൂളിനെതിരെ. നടപടിയെടുക്കാൻ മന്ത്രിയുടെ ഉടനുള്ള നിർദ്ദേശം. പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും. ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിന്റെ ജീവനക്കായി വരുന്നൊന്നുമല്ല. നിരവധി ചോദ്യങ്ങളാണ് വിവിധ വകുപ്പുകളുടെ വീഴ്ചയെക്കുറിച്ച് ചോദിക്കാനുള്ളത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് നൽകിയിരുന്ന സുരക്ഷാ നിർദ്ദേശങ്ങളിൽ വൈദ്യുത ലൈനുകളെക്കുറിച്ചും പറയുന്നുണ്ട്. സ്കൂളിലേക്കുള്ള വഴിയിലോ പരിസരങ്ങളിലോ അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈനുകൾ, പോസ്റ്റുകൾ, ട്രാൻസ്ഫോമറുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് അവ അപകടമുണ്ടാകാത്ത രീതിയിൽ ആക്കണം.
ഫിറ്റ്നസ് ഉറപ്പാക്കണം എന്ന നിർദ്ദേശം ഈ സ്കൂൾ മാനേജ്മെന്റ് വായിച്ചു നോക്കാനിടയില്ല. അല്ലെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വളഞ്ഞ വഴിയിൽ നേടി. സ്കൂളിന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ സൈക്കിൾ ഷെഡിന്റെ കാര്യം പറയുന്നില്ല. വൈദ്യുതി ലൈനിൽ കേബിൾ ഇടാമെന്ന് തീരുമാനിച്ചതാണെന്ന് KSEB. പോസ്റ്റ് ഇടാമെന്നും പറഞ്ഞു. പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് സഹകരിച്ചില്ലെന്നാണ് KSEB പറയുന്നത്. അതായത് എല്ലാം ലഘൂകരിച്ച് കണ്ടു, ഒരു ജീവൻ നഷ്ടപ്പെടുത്തി. സ്കൂൾ മാനേജരും പ്രസിഡന്റും മാറി മാറി വരുന്ന CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരാണ്. അതായത് ഇപ്പോൾ പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് തേവലക്കര ബോയ്സ് സ്കൂൾ. അപ്പോൾ ഈ നിയമലംഘനങ്ങളെല്ലാം നടന്നതിന് മറ്റൊരു വഴി തേടേണ്ടതില്ല. എല്ലാ അനുമതിയും അപേക്ഷിച്ചും അപേക്ഷിക്കാതെയും നേടിയെടുത്തു. വീഴ്ചയ്ക്ക് ഉത്തരവാദി ഇല്ലാതെ മാറി മാറി നിന്ന് ഇപ്പോൾ പഴിചാരൽ. കുട്ടി ചെരുപ്പെറിഞ്ഞ് കളിച്ചതും പുരപ്പുറത്ത് കയറിയതും തെറ്റായി കാണുന്ന മന്ത്രിയും ഈ സിസ്റ്റം തകരാറിന്റെ ഭാഗമാണ്. ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയാനുള്ളത്, ഈ കാര്യത്തിൽ നിങ്ങൾ ശരിക്ക് പുനരാലോചിച്ച് ഈ കാര്യത്തിൽ ഒരു ഉത്തമമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ കൂടി ആലോചിക്കാതെ ഇങ്ങനെയുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ ഈ യോഗം ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗജന്യം കൊടുക്കുന്നതിന് വേണ്ടി പറ്റില്ല. സമയം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അവരുടെ ആവശ്യത്തിന് വേണ്ടി സമയം അവരത് ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. സ്കൂളുകളിൽ പഠന മണിക്കൂറുകൾ കൂട്ടാൻ ശ്രമിച്ചപ്പോൾ ഉടക്കുമായി മതസംഘടനകൾ. കേന്ദ്ര വിദ്യാഭ്യാസ നിയമമനുസരിച്ച് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്കൂൾ സമയം നീട്ടാനുള്ള തീരുമാനത്തെ എതിർക്കുന്നത് മുസ്ലിം സംഘടനകളാണ്. ഏറ്റവും വലിയ എതിർപ്പ് സമസ്തയിൽ നിന്ന്. മദ്രസകളുടെ സമയമനുസരിച്ച് സ്കൂൾ സമയം ക്രമീകരിക്കണമെന്നാണ് ആവശ്യം. ആദ്യം മദ്രസ, പിന്നീട് സ്കൂൾ. ഇതിന് വഴങ്ങാനാകില്ലെന്ന് സർക്കാർ തീരുമാനിച്ചത് എന്തായാലും നന്നായി. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞതിനപ്പുറമായിട്ട് എനിക്കൊന്നും പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതല്ലാതെ ചർച്ച ഇല്ല എന്ന് പറയുമ്പോൾ ഏത് നിമിഷം വേണോ സമസ്തയ്ക്കോ ഏത് സംഘടനയ്ക്കോ ചർച്ച നടത്തുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ്. അവരേത് നിമിഷം ഏത് സമയം വേണമെന്ന് അവർ പറഞ്ഞാൽ മാത്രം മതി. ഞാൻ സൂചിപ്പിച്ചത് കോടതി വിധിയുടെ മേൽ ഒരു ചർച്ചയ്ക്ക് യാതൊരു സാധ്യതയില്ല എന്നാണ്. ഹൈസ്കൂളുകളിൽ സ്കൂൾ സമയം രാവിലെ 10 നിന്ന് 9:45 വൈകിട്ട് 4 നിന്ന് 4:15 മാറ്റുന്നത് പഠന മണിക്കൂറുകൾ കൂട്ടുന്നതിനാണ്. കേന്ദ്ര വിദ്യാഭ്യാസ നിയമം പറയുന്നത് ഹൈസ്കൂളുകളിൽ അധ്യയനം 1100 മണിക്കൂർ വേണമെന്നാണ്. പല ചർച്ചകൾ നടന്നിട്ടും ഇത് ഉറപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയത് അധ്യാപക സംഘടനകൾ കോടതിയിൽ ചോദ്യം ചെയ്തു. അവസാനം 2024 ഓഗസ്റ്റിലെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 220 പ്രവൃത്തി ദിവസങ്ങളും 1100 മണിക്കൂറും ഉറപ്പാക്കണം. കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇതിനായി ദിവസേന അരമണിക്കൂർ കൂട്ടാൻ തീരുമാനിച്ചതും നടപ്പാക്കിയതും. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ഈ സമയമാറ്റം. അപ്പോഴാണ് മുസ്ലിം സംഘടനകളുടെ രംഗപ്രവേശം. മദ്രസകളുടെ സമയത്തെ ബാധിക്കുന്നുവെന്ന് പരാതി. കൂടിയാലോചനയിൽ പങ്കാളിയാക്കാതെ മുസ്ലിം സമുദായത്തെ തഴഞ്ഞെന്നും സമസ്ത. സമുദായങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെയല്ലേ ഇവിടെ മന്ത്രിസഭ എന്നൊക്കെ പറയുന്നത്, ഭരണം എന്നൊക്കെ പറഞ്ഞത്. സമുദായങ്ങളല്ലേ വോട്ട് ചെയ്യണത്. മന്ത്രിനെ നമ്മൾ മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അയാളാണ് പറയേണ്ടത്. മന്ത്രി പറയേണ്ട ആവശ്യമില്ല. മന്ത്രി പറയട്ടെ, പറയാതിരിക്കട്ടെ ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഒന്നും ചർച്ചയ്ക്ക് വിളിച്ചൂടെ? വലിയ സമൂഹമല്ലേ, അങ്ങനെ അവഗണിക്കാൻ പറ്റുമോ? സർക്കാർ വഴങ്ങിയിട്ടില്ല. മദ്രസകൾ സമയം മാറ്റട്ടെ, സ്കൂൾ സമയമാറ്റത്തിൽ മറിച്ചൊരാലോചന ഉണ്ടാവില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ആദ്യം പറഞ്ഞത്. ചർച്ചകൾ തുടരുകയാണ്. അതായത് ജിഫ്രി തങ്ങളുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച അതിനൊരു വേദി തിരുവനന്തപുരത്ത് ഒരുക്കാമെന്ന് പറഞ്ഞു.
അവരത് സമ്മതിച്ചിട്ടുണ്ട്. ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെയാണ് ഈ സമരത്തിനുള്ള പ്രഖ്യാപനം നടത്താൻ വേണ്ടിയുള്ള കാരണം എന്ന് പറയുന്നത്. തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല, ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെല്ലും, ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ അതേ നമുക്ക് പറയാനുള്ളൂ. ചർച്ച ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനം എടുക്കരുത്. എല്ലാ ഗവൺമെന്റുകളും അങ്ങനെ വരുമ്പം, പ്രത്യേകിച്ച് വലിയൊരു സമൂഹമാണ് സമസ്ത അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം എന്നൊക്കെ പറയുന്നത്, അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കേണ്ട. അതൊരു ധിക്കാരപരമായ പോക്കായിരിക്കും. അതിന്റെ തിക്തഫലം അവരനുഭവിക്കേണ്ടി വരും ആരായിരുന്നാലും. മന്ത്രി ഇക്കാര്യം ആവർത്തിച്ചതോടെ സമസ്ത പ്രകോപനവുമായി എത്തി. ചർച്ചയേ ഇല്ലെന്ന് പറയുന്നത് അവഹേളനമാണെന്നും വോട്ടിലൂടെ പ്രതികരിക്കുമെന്നും സമസ്ത കടുപ്പിച്ചതോടെ വഴങ്ങുകയാണോ സർക്കാർ എന്ന തോന്നലുണ്ടാക്കുന്ന പ്രതികരണമാണ് മന്ത്രിയിൽ നിന്ന് പിന്നീടുണ്ടായത്. സമസ്തയുമായി ചർച്ച ചെയ്യാമെന്ന് മന്ത്രി സമ്മതിച്ചു. ബദൽ നിർദ്ദേശം സമസ്ത മുന്നോട്ട് വെച്ചു. മദ്രസ പഠനം രാവിലെയാണ്, അത് കഴിഞ്ഞ് 9:45 സ്കൂളിലെത്താൻ കഴിയില്ല. 10 മണിക്കേ സ്കൂൾ തുടങ്ങാവൂ. പകരം വൈകിട്ട് 4:30 വരെ ആക്കുക. അതായത് മദ്രസകൾക്ക് വേണ്ടി സ്കൂൾ സമയം വൈകിക്കുക. ഇതോടെ ചർച്ചയ്ക്ക് വിളിച്ചാലും തീരുമാനം മാറ്റില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഏകപക്ഷീയമായി സമുദായത്തിന്റെ ആവശ്യം തള്ളിക്കളയരുതെന്ന് സമസ്ത. ഇതോടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നതിന് മുൻപ് കാര്യം വഷളായി. ഒരു മതത്തിന്റെ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങിക്കൊണ്ട് ഒരു ഗവൺമെന്റും നാളിതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരുടെ കൂടെ നിൽക്കാനും അതിൻ്റെതായ രീതിയിൽ ചർച്ച ചെയ്യാനും ഗവൺമെന്റുകൾ മുന്നോട്ട് വരിക സ്വാഭാവികമാണ്. പക്ഷെ ഇപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ അവകാശപ്പെട്ട പലതും ഹനിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന പ്രതിഷേധമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഞങ്ങളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ അവകാശ പോരാട്ടത്തിൽ കൊണ്ട് ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകാൻ സമസ്തയുടെ ഒരു ഘടകങ്ങളും തയ്യാറാവില്ല. മുസ്ലിം സമുദായം തയ്യാറാവില്ല, ന്യൂനപക്ഷ സമുദായം തയ്യാറാവില്ല. ഗവൺമെന്റ് നിലപാടിൽ മാറ്റമൊന്നുമില്ല എന്ന് ചർച്ച കഴിഞ്ഞാലും മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ആ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ആളുകളെ കബളിപ്പിക്കാനല്ലേ? ഗവൺമെൻറ് നിലപാട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവർക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ്റിന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർ വരുന്നത്. ഈ രണ്ടിൻ്റെയും ബോധ്യപ്പെടുത്തലുകൾക്ക് ശേഷം ഒരു പൊതു തീരുമാനം എല്ലാവർക്കും സ്വീകാര്യമായത് വരണം. അതാണ് പറയേണ്ടത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ പറയുന്നത് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. വളരെ ബാലിശമാണ്, മുൻവിധിയോടുള്ള കൂടിയുള്ള തീരുമാനമാണ്. അത്തരം കടുംപിടുത്തത്തിൽ നിന്ന് സർക്കാരുകൾ പിന്നോട്ട് പോകണം. മതപഠനത്തെ ബാധിക്കരുതെന്ന് ലീഗും മുന്നറിയിപ്പ് നൽകി. പ്രത്യക്ഷ സമരത്തിന് സമസ്തയും പ്രക്ഷോഭത്തിന് ഇറങ്ങിയില്ലെങ്കിലും പിന്തുണയുമായി ലീഗും. ഇതിനിടെ സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും. ഓണം ക്രിസ്മസ് അവധികൾ വെട്ടിച്ചുരുക്കി സ്കൂൾ സമയം കൂട്ടട്ടെ എന്ന നിർദ്ദേശം സമസ്ത ഇപ്പോൾ മുന്നോട്ട് വെച്ചു എന്ന പ്രചാരണം വന്നതോടെ കത്തോലിക്ക സഭയും രംഗത്തെത്തി. ദീപിക ദിനപത്രം ഇതിനെതിരെ മുഖപ്രസംഗം എഴുതി. സർക്കാർ മുസ്ലിം സംഘടനകൾക്ക് മുന്നിൽ വഴങ്ങരുതെന്ന് കർശന നിർദ്ദേശം നൽകി. എന്നാൽ ഓണം ക്രിസ്മസ് അവധികളിൽ സമസ്ത ഇടപെട്ടിട്ടില്ലെന്ന് സംഘടനാ നേതാക്കൾ വിശദീകരിക്കുന്നു. അങ്ങനൊരാവശ്യം സമസ്തയ്ക്കില്ല. മതപഠനവും സ്കൂൾ സമയവും കൂട്ടിക്കുഴയ്ക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. 42 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നത്തെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ സർക്കാരിന് കഴിയില്ല. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമയം മദ്രസകളെ ബാധിക്കാതിരിക്കാൻ 1967 ഇറക്കിയ സർക്കാർ ഉത്തരവ് സമസ്ത എടുത്തു പറയുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മതസംഘടനകളും സർക്കാരും തമ്മിൽ തർക്കം ഇതിനു മുൻപും ഉടലെടുത്തിട്ടുള്ളതാണ്. ന്യായമല്ലെന്ന് തോന്നിയാൽ സമസ്തയ്ക്ക് കോടതിയെ സമീപിക്കാം. അതല്ലാതെ സർക്കാർ ഇപ്പോൾ വഴങ്ങിയാൽ ആവശ്യങ്ങൾ ഇനിയും പിന്നാലെ വരും. അതൊന്നല്ല, ഒന്നിലേറെ മതസംഘടനകളിൽ നിന്നുണ്ടാവും എന്ന് ഉറപ്പാണ്. ിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുവിട്ട് കൂടുമാറാനുള്ള നീക്കങ്ങൾ സജീവമാണ്. സീറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്തവരെയും ഇടഞ്ഞു നിൽക്കുന്നവരെയും മറുകണ്ഠം ചാടിക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നു. 2 പേരുകൾ ഇപ്പോൾ സജീവ ചർച്ചയിലാണ്. ഒന്ന്, CPM-ന്റെ മുൻ MLA-യും പാർട്ടിയിൽ തരം താഴ്ത്തൽ നേരിടുകയും ചെയ്ത PK ശശി. 2,
കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണപിള്ളയെ തകിടം മറിച്ച് CPMന്റെ പ്രിയങ്കരിയായി മാറി ഇപ്പോൾ പാർട്ടിയിൽ ആരുമല്ലാത്ത ഐഷ പോറ്റി. രണ്ടുപേരെയും മാടി വിളിക്കുന്നു കോൺഗ്രസ്. ശശിക്കെതിരെ CPM പോർവിളിയും തുടങ്ങിക്കഴിഞ്ഞു. പാലക്കാട് ജില്ലയിൽ VS അച്യുതാനന്ദനൊപ്പം പാർട്ടി നിന്നപ്പോഴും പിണറായി പക്ഷത്തിനു വേണ്ടി നിലയുറപ്പിച്ചിരുന്ന ശശിക്ക് വിവാദങ്ങളിൽ പെടുമ്പോഴും ഒരു രക്ഷാകരം ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്കും അവിടെ നിന്ന് ബ്രാഞ്ചിലേക്കും തരം താഴ്ത്തപ്പെട്ടിട്ടും KTDC ചെയർമാൻ പദവിയിൽ ഇപ്പോഴും ശശിയുണ്ട്. കയറ്റിറക്കങ്ങൾ ശശിക്കൊപ്പം ഉള്ളതാണ്. വനിതാ നേതാവിനോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ 6 മാസം സസ്പെൻഷനിൽ കഴിഞ്ഞ ശശി ഒരിക്കൽ തിരികെ എത്തിയതാണ്. പക്ഷേ പഴയ പ്രതാപം ഉണ്ടായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയതുമില്ല. സാമ്പത്തിക തട്ടിപ്പും ജില്ലാ സെക്രട്ടറിയെ സ്ത്രീ പീഡനത്തിന് കൊടുക്കാൻ ശ്രമിച്ചതും എല്ലാ പദവികളിൽ നിന്നും ഒഴിവാക്കി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്താൻ ഇടയാക്കി. അഴിമതി തെളിയിക്കുമ്പോൾ അഴിമതി ഉന്നയിക്കുന്നയാൾ പരിശുദ്ധനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. പരിശുദ്ധനാണ്. മാലിന്യക്കുമ്പാരത്തിൽ കഴുത്തോളം മുട്ടറ്റം മുങ്ങി നിന്ന് കരക്ക് നിൽക്കുന്ന ഒരാളുടെ കുപ്പായത്തിൽ കറുത്ത കുത്തുന്നതെന്ന് കടിക്കളക എന്ന് പറയുന്നത് മ്ലേച്ഛതരമാണെന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശശി പൊടുന്നനെ UDF പരിപാടി എന്ന് വിശേഷിപ്പിക്കുന്ന മണ്ണാർക്കാട് നഗരസഭാ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതോടെ CPM പ്രാദേശിക നേതാക്കൾ വാളെടുത്തു. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ UDF നേതാക്കൾക്കൊപ്പം വെളുത്ത ഷർട്ട് ധരിച്ചെത്തിയ ശശി ശ്രദ്ധ പിടിച്ചുപറ്റി. ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിയിലെ ശത്രുക്കൾക്കെതിരെ ശശി നടത്തിയ വിമർശനം മണ്ണാർക്കാട്ടെ പ്രസംഗത്തിൽ പരസ്യമായി. ബിലാൽ പഴയ ബിലാലാണ് എന്ന ശശിയുടെ പ്രസംഗം കോൺഗ്രസ് ഏറ്റെടുത്തു. ഞാൻ വരുമ്പോൾ ആർക്കാണ് ബേജാറ് എന്ന ശശിയുടെ ചോദ്യം പാലക്കാട്ടെ CPMനെ പ്രകോപിപ്പിച്ചു. ശശിയെ കോൺഗ്രസിലേക്ക് VK ശ്രീകണ്ഠൻ MP സ്വാഗതം ചെയ്തെങ്കിലും സ്ത്രീ പീഡകൻ എന്നത് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് അകലം പാലിച്ചു. വെള്ള ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നത് നമ്മുടെ PK ശശിയാണ്. അദ്ദേഹത്തിന് മറ്റെല്ലാ ഡ്രസ്സിനേക്കാളും കൂടുതൽ യോജിക്കുക ഇതാണെന്നാണ് എന്റെ പക്ഷം. അത് ഞാൻ ചോദിച്ചു, ഇത് കതറാണോ ചോദിച്ചു. നല്ല കോട്ടനാണെന്ന് പറഞ്ഞു. കതറും കോട്ടനും ഏട്ടന്റെ അനിയനുമാണ്. PK ശശിയും CPMും തമ്മിൽ നേർക്കുനേർ പോരിലേക്ക് എന്ന സൂചനയാണ് മണ്ണാർക്കാട് CPM ഓഫീസിന് മുന്നിലെ പടക്കമേറ്. പടക്കമെറിഞ്ഞതിന് പിടിയിലായ അഷ്റഫ് ശശിയുടെ മുൻ ഡ്രൈവർ. ഇതോടെ CPM പരസ്യമായി കളത്തിലിറങ്ങി. ശശിക്കെതിരെ മണ്ണാർക്കാട് പ്രകടനം. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം PM R ഷോ ശശിക്കെതിരെ കത്തിക്കയറി. ഞങ്ങളാകെ കാരക്കാമുറി ഷൺമുഖനാണ്, ഞങ്ങളാകെ ബിലാലാണ് എന്നൊക്കെയാണ് ഈ ചില ഊച്ചാളി ചട്ടമ്പികളുടെ വിചാരം. ഇന്നലത്തോടെ മണ്ണാർക്കാട്ടെ സർവത്ര മനുഷ്യർക്കും ബോധ്യായി കാരക്കാമുറി ഷൺമുഖനുമല്ല ബിലാലുമല്ല പടക്കം ബഷീർ മാത്രാണ് എന്നുള്ളത് ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യരും ബോധ്യായി. പടക്കം ബഷീറാണ്. ഇനി പൊട്ട പറയുകയും ഞാൻ പടക്കം ബഷീറല്ല, ഞാൻ വീണ്ടും ബിലാലാണെന്ന്. അങ്ങനെയാണ് ആയിക്കോട്ടെ, ബിലാലാണെന്ന് തന്നെ വെച്ചോ. ഇനി ബിലാലാണെങ്കിൽ ബിലാലിനോട് ഒന്ന് പറയാം. ബിലാല് അരട്ടൗസറിട്ട് അങ്ങാടി കൂടെ നടന്ന കാലം ഉണ്ടായിരുന്നു. ആ നടന്ന കാലത്ത് ബിലാൽ ഒരു ബിലാലും ആയിരുന്നില്ല. ആ ബിലാലിനെ അരട്ടൗസറിട്ട കാലത്ത് മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി. മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി തിന്നാൻ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു, നേരെ നിവർന്നു നിൽക്കാൻ പ്രാപ്തനാക്കി. അങ്ങനെ ബിലാല് ബിലാലായി മാറിയത്. അങ്ങനെ നേരെ നിൽക്കാൻ പ്രാപ്തരായതിനു ശേഷം ബിലാല് സായിപ്പിടോണിയായി മാറി മേരി ടീച്ചറുടെ തലയ്ക്ക് കുണ്ടറിയാൻ ആളെ പറഞ്ഞു വിട്ടാൽ പൊന്നുപോലെ ബിലാലെ ഒരൊറ്റ കാര്യം പറയാം, മേരി ടീച്ചർക്ക് കൊച്ചിയിൽ വേറെയുമുണ്ട് മക്കൾ. ആ മക്കളെ ഇറങ്ങി നിന്നാൽ സായിപ്പിടോണിയുടെ മുട്ടിന്റെ ചിരട്ട കാണില്ല. അത് ചെയ്യാനും പറയാനും ഈ നാട്ടിലെ മേരി ടീച്ചറുടെ മക്കൾക്ക് അറിയാം. ഉപേക്ഷിച്ചു പോയിട്ടുള്ള കതർ കുപ്പായം DCC ഓഫീസിൽ കുന്നുകൂടി കിടക്കുന്നുണ്ട്. ആ കുപ്പായം ഇടിപ്പിക്കാൻ ഞങ്ങളുടെ നിന്ന് ആരെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുപ്പായം ഞങ്ങളുടെ പാർട്ടിയിലെ ആർക്കും പാകാവില്ല. അങ്ങനെ കുന്നുകൂടി കിടക്കുന്ന കോൺഗ്രസ്സുകാർ ഉപേക്ഷിച്ച് പോയ കുന്നുകൂടി കിടക്കുന്ന കഥക്കുപ്പായങ്ങൾ ആർക്കാണോ പാകാവുക എന്നുള്ളത് അവർ കണ്ടെത്തിക്കൊട്ടെ. അതാ എന്ത് ചെയ്യണം എന്നുള്ളത്. മുമ്പൊക്കെ ആണെങ്കിൽ വെള്ളപ്പൊക്കക്കാർ വന്നാൽ കൊടുക്കായിരുന്നു പഴയ തുണിയൊക്കെ. ഇപ്പോൾ അവരും കാണുന്നില്ല.
അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും വലതുപക്ഷക്കാരനാവാൻ പറ്റില്ല. ഒരു വ്യക്തിയെ തകർത്ത് കളയാനല്ല, നടപടി എപ്പോഴും തെറ്റ് തിരുത്തി പൂർവാധികം ശക്തിയോടുകൂടി പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു നടപടി, സംഘടനാ നടപടിക്രമം മാത്രമാണ് ഇത്തരം വിവിധ ഘടകങ്ങളിൽ നിന്നുള്ള നടപടി. അതാണ് CPM കാണുന്നത്. ശശിക്കെതിരായ നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിൽ CPM ഇപ്പോൾ രണ്ട് തട്ടിലാണ്. പ്രശ്നം പാർട്ടിക്കുള്ളിൽ തീർക്കണമെന്നും തെരുവിലിറങ്ങിയത് ശരിയായില്ലെന്നും NN കൃഷ്ണദാസ്. ശശി ഒരു പ്രതിസന്ധി അല്ലെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അവഗണിച്ചു പോകാം എന്ന ആലോചനയിലാണ്. ശശിയുടെ കാര്യത്തിൽ CPM വൈകാതെ തീരുമാനത്തിലേക്ക് പോയേക്കും. കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന തിരിച്ചറിവ് നേതാക്കൾക്കുമുണ്ട്. ശശിക്കെതിരായ കൊലവിളി മുദ്രാവാക്യത്തിന് ശേഷം പ്രകോപന പരാമർശങ്ങൾ ഉണ്ടാകാത്തത് പാർട്ടിയുടെ നിർദ്ദേശത്തിലാണ്. കോൺഗ്രസ് ശശിക്കായി നന്നായി പരിശ്രമിക്കുന്നുണ്ട്. തീവ്രത പരിശോധിച്ച് അംഗത്വം നൽകണം എന്ന പരിഹാസം ഏറ്റുവാങ്ങിയിട്ടാണെങ്കിലും ശശിയുടെ കഥയിൽ പുരോഗതിയില്ലാതെ നിൽക്കുമ്പോഴാണ് കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി കോൺഗ്രസ് ക്യാമ്പിലേക്ക് നീങ്ങുന്നത്. CPMുമായി അകലം പാലിക്കുന്ന മുൻ MLA BJPയിലേക്ക് പോയേക്കാം എന്ന അഭ്യൂഹം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അങ്ങനെയല്ല. കോൺഗ്രസ് ഐഷ പോറ്റിയെ കാത്തിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി അനുസ്മരണം തുടക്കം മാത്രം. 2006 കൊട്ടാരക്കരയിൽ കരുത്തനായ R ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ച് അത്ഭുതമായി മാറിയ ഐഷ പോറ്റി 3 തവണ തുടർച്ചയായി കൊട്ടാരക്കരയെ ചുവപ്പിച്ചു. ടേം വ്യവസ്ഥയിൽ മാറി നിൽക്കേണ്ടി വന്നതോടെ പാർട്ടിയുമായി മുൻ MLA അകന്നു തുടങ്ങി. ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നെങ്കിലും ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിനാൽ അംഗത്വത്തിൽ തുടർച്ച കിട്ടിയില്ല. പാർട്ടിയിൽ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഐഷ പോറ്റി. അത് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കാര്യങ്ങളും പറയുന്നു എന്നല്ലാതെ ഞാനല്ലല്ലോ ഇതൊന്നും പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതല്ല, എൻ്റെ അറിവോടെ പറഞ്ഞതല്ലല്ലോ, എല്ലാവർക്കും പറഞ്ഞൂടെ. അല്ല, നമ്മളാരും വേറൊന്നും പറഞ്ഞതല്ലല്ലോ, ഒരു അസംതൃപ്തി പറഞ്ഞതല്ലല്ലോ. ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ചെയ്തു, അല്ലാതെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ടൊന്നും ഇന്നേ വരെ ഈ നിമിഷം വരെ അങ്ങനെ ഒന്നും ആലോചിച്ചില്ല. എന്നെ വിളിക്കാത്തിടത്ത് ഞാൻ പോകണോ എന്ന ഐഷ പോറ്റിയുടെ ചോദ്യത്തിൽ എല്ലാമുണ്ട്. CPMുമായി അവർ ഏറെ അകലത്തിലാണ്. പാർട്ടി പരിപാടികൾ പോലും അറിയിക്കാറില്ല. MLA ആയിരുന്ന കാലത്ത് അനുവദിച്ച പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ പോലും ഒഴിവാക്കി. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി നിന്നിരുന്ന ഐഷ പോറ്റി പൊടുന്നനെ കോൺഗ്രസ് പരിപാടിയിൽ എത്തിയതാണ് ചർച്ചയ്ക്ക് വഴിവെച്ചത്. രാഷ്ട്രീയ മാറ്റത്തിന് ഐഷ പോറ്റി താൽപ്പര്യപ്പെടുന്നു. കോൺഗ്രസ് ആകട്ടെ കൊട്ടാരക്കര തിരിച്ചു പിടിക്കാനുള്ള സുവർണാവസരമായി ഇതിനെ കാണുന്നു. കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്തയോട് ചിരി വരുന്നു എന്ന് ഐഷ പോറ്റി പറയുമ്പോഴും കോൺഗ്രസ് പ്രതീക്ഷയിലാണ്. അത് ഐഷ പോറ്റിയിലും PK ശശിയിലും ഒതുങ്ങി നിൽക്കുന്നില്ല. ടേം വ്യവസ്ഥയിൽ കുരുങ്ങി മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നവർ ഇനിയുമുണ്ട്. അത് CPMൽ മാത്രമല്ല, CPIയിലും.